പ്രിയരെ നമസ്കാരം. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം എന്ന മഹാവിസ്മയത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു. പെരിയ കോവിൽ അഥവാ ബൃഹദേശ്വരം കോവിൽ എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ രാജരാജേശ്വര ക്ഷേത്രം പുണ്യപ്രവാഹിനിയായ കാവേരി തീരത്തുള്ള തഞ്ചാവൂർ ജില്ലയിലാണ്. ബൃഹത് ആകാരമുള്ള ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിന് തിരുവുടയാർ കോവിലെന്നും പേരുണ്ട്. ശില്പാലങ്കൃതമായ 2 ഗോപുരങ്ങൾ കടന്നു വേണം ക്ഷേത്ര മൈതാനത്തിൽ എത്താൻ. മനോഹരമായ ഈ 2 ഗോപുരങ്ങളിലും അനവദ്യ ചാരുതയാർന്ന നിരവധി കരിങ്കൽ ശില്പങ്ങളുണ്ട്. ആദ്യ ഗോപുരത്തിന് 5 നിലകളാണ് ഉള്ളത്. ഈ ഗോപുരത്തിനൊരു പേരുണ്ട്. കേരളാന്തകൻ തിരുവയൽ എന്നാണത്. ചോള രാജവംശത്തിലെ പ്രമുഖനായ രാജാവ് രാജരാജ ചോളൻ ക്രിസ്തുബ്ദം 985 നിർമ്മാണം തുടങ്ങിയ ഈ ക്ഷേത്രം 1013 പര്യവസാനിച്ചത്. കേരളത്തിലെ രാജാവായിരുന്ന ഭാസ്കര രവിവർമ്മയെ രാജരാജ ചോളൻ കീഴടക്കുകയുണ്ടായി. ആ വിജയത്തിൻ്റെ സ്മരണം നിലനിർത്തുന്നതിന് അദ്ദേഹം നിർമ്മിച്ച ഗോപുരമാണ് ആദ്യത്തേത്. അതിനാലാണ് ഇത് കേരളാന്തകൻ തിരുവയൽ എന്ന് അറിയപ്പെട്ടത്. 15 അടി വീതിയുള്ള ഈ ഗോപുരത്തിൽ ശിവൻ, ഉമാമഹേശ്വരി, ബ്രഹ്മാവ്, വിഷ്ണു, ഗണപതി, കാളി എന്നീ ശില്പങ്ങൾ അതീവ ചാരുതയോടെ നിർമ്മിച്ചു വച്ചിരിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. 216 അടി ഉയരവും 14 നിലകളും ഇതിനുണ്ട്. 81 ടൺ ഭാരമുള്ള ഒറ്റ കല്ലുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ മകുട നിർമ്മാണം. ഗോപുരത്തിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മകുടത്തിൻ്റെ നിഴൽ നിലത്ത് സ്പർശിക്കുകയേ ഇല്ല. രണ്ട് ഗോപുരവാടങ്ങൾ കടന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ മനോഹരമായ ഒരു നന്ദി പ്രതിഷ്ഠ കാണാം. ക്ഷേത്രത്തിന് അഭിമുഖമായി ഉയർന്ന ഒരു കൽമണ്ഡപത്തിലിരിക്കുന്ന അതിബൃഹത്തമായ വാഹന പ്രതിഷ്ഠ. ഒറ്റക്കല്ലിലാണ് ഈ പ്രതിഷ്ഠയുടെ നിർമ്മാണം. 16-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ഈ പ്രതിഷ്ഠയുടെ ഭാരം 25 ടൺ ആണ്. ശ്രീ മഹാദേവനാണ് ഇവിടുത്തെ പ്രധാന മൂർത്തി. മഹാദേവനെ കൂടാതെ ചണ്ഡികേശ്വരൻ, പെരിയ നായകി അമ്മാൾ, ഗണപതി, മുരുകൻ, സൂര്യൻ, ചന്ദ്രൻ, അഷ്ടദിക്പാലകർ, അഗ്നി, ഇന്ദ്രൻ, വായു, യമൻ, കുബേരൻ തുടങ്ങിയ ദേവതകൾക്കും ഇവിടെ പ്രതിഷ്ഠകളും പ്രത്യേകം കോവിലുകളും ഉണ്ട്. ചോള ചക്രവർത്തിയായ രാജരാജ ചോളൻ ഒന്നാമന് സ്വപ്നത്തിൽ ഭഗവത് ദർശനം ഉണ്ടായെന്നും തുടർന്ന് അദ്ദേഹം നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്നും പറയപ്പെടുന്നു. കുഞ്ചാർ മല്ലൻ രാജരാജ എന്നൊരു പെരുന്തച്ഛനായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന വാസ്തുശില്പി. ചോള രാജാക്കന്മാർ ഇതിനെ രാജരാജേശ്വര ക്ഷേത്രം എന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ പിൽക്കാലത്ത് തഞ്ചാവൂർ ആക്രമിച്ചു കീഴടക്കിയ മറാത്ത രാജാക്കന്മാർ ബൃഹദേശ്വര ക്ഷേത്രം എന്ന് പുനർനാമകരണം ചെയ്തു.
അഷ്ടദിക്പാലകരുടെ പ്രതിഷ്ഠകളുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ലോകത്തിൽ ആദ്യമായി കരിങ്കല്ല് കൊണ്ട് പൂർണ്ണമായും പണികൾ പൂർത്തീകരിച്ച ക്ഷേത്രമെന്ന ഖ്യാതിയും ഇതിനുണ്ട്. അത്ഭുതാവഹമായ വാസ്തുവിദ്യയുടെ ഈ ക്ഷേത്ര സമുച്ചയത്തിന് വേണ്ടി വന്നത് 1,30,000 ടൺ കരിങ്കല്ലാണ്. മിക്കവാറും എല്ലാ നിർമ്മിതികളും ഒറ്റ കല്ലുകളിലാണ് തീർത്തിരിക്കുന്നത്. 1000 ആണ്ടുകൾക്ക് മുമ്പ് ഇത്രയധികം ഉയരങ്ങളിൽ ഇതുപോലുള്ള ശിലകൾ കയറ്റി നിർമ്മിച്ചത് എങ്ങനെ എന്ന് നാം ആശ്ചര്യഭരിതരാകും. കട്ടിയുള്ള കരിങ്കല്ല് കൊണ്ടാണ് ഭൂരിഭാഗം ക്ഷേത്ര സമുച്ചയവും ശില്പങ്ങളും പണിതീർത്തിരിക്കുന്നത്. നിത്യവും നെയ്വിളക്കുകൾ തെളിയുന്ന ബൃഹദേശ്വര ക്ഷേത്രത്തിൽ നെയ്യിന് തടസ്സം നേരിടാതിരിക്കുന്നതിന് 4000 പശുക്കൾ, 7000 ആടുകൾ, 30 എരുമകൾ, 2500 ഏക്കർ ഭൂമി എന്നിവയും രാജരാജ ചോള ചക്രവർത്തി സംഭാവന നൽകിയതിൻ്റെ ലിഖിതങ്ങൾ ഇവിടെയുണ്ട്. ക്ഷേത്രകാര്യങ്ങളുടെ നടത്തിപ്പിനായി 192 ജീവനക്കാരെയാണ് അദ്ദേഹം നിയമിച്ചതത്രേ. ചോള രാജവംശത്തിൻ്റെ ശക്തിയുടെയും മഹത്വത്തിൻ്റെയും ശക്തമായ പ്രതീകമാണ് ബൃഹദീശ്വര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ലിഖിതങ്ങളും ശില്പങ്ങളും പെയിന്റിങ്ങുകളും എല്ലാം തഞ്ചാവൂർ എന്ന നഗര സാമ്രാജ്യത്തിൻ്റെ ഉയർച്ച മുതൽ വീഴ്ച വരെയുള്ള ചിത്രങ്ങൾ വരച്ചു കാട്ടുന്നു. മധുര ഭരിച്ചിരുന്ന സുൽത്താൻമാരും തഞ്ചാവൂരിലെ രാജാക്കന്മാരും തമ്മിലുള്ള ആക്രമണങ്ങളും യുദ്ധങ്ങളും ഈ ക്ഷേത്രത്തിന് നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. എന്നാൽ കാലാന്തരത്തിൽ അവയെല്ലാം കുറ്റമറ്റതാക്കുകയും ചെയ്യുകയുണ്ടായി. ഒരു കാലഘട്ടത്തിൻ്റെ കലയുടെയും സൗന്ദര്യത്തിൻ്റെയും വാസ്തുവിദ്യയുടെയും എഞ്ചിനീയറിങ്ങിൻ്റെയും ഉൾക്കാഴ്ചയുടെയും ഒരു മഹാഗാലറിയാണ് തഞ്ചാവൂരിലെ ഈ അഭിമാന ക്ഷേത്രം. ക്ഷേത്രത്തിന് ചുറ്റും നിറയെ തൂണുകളുള്ള വരാന്തകളും ഇടനാഴികൾക്കുള്ളിലെ എണ്ണമറ്റ ശിവലിംഗ പ്രതിഷ്ഠകളും പ്രതിരോധ മതിലുകളും ചിത്രകലകളുമെല്ലാം സന്ദർശകരെ വിസ്മയിപ്പിക്കുക തന്നെ ചെയ്യും. ബൃഹദീശ്വര ക്ഷേത്രത്തിൽ നിന്നും തഞ്ചാവൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് 100ഓളം ഭൂഗർഭ വഴികളുണ്ട്. രാജരാജ ചോളന്റെ കൊട്ടാരത്തിലേക്കും ഈ വഴികൾ ചെന്നെത്തുന്നുണ്ട്. ഭൂഗർഭപാതയിൽ വഴി തെറ്റുന്നത് അപകടമാകയാൽ മിക്ക വഴികളും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിലെ ചിത്രകലാരീതി തഞ്ചാവൂർ ചിത്രങ്ങൾ എന്ന സവിശേഷ പേരിലാണ് അറിയപ്പെടുന്നത്. തവിൽ, വീണ എന്നീ വാദ്യോപകരണങ്ങൾ സംഗീത ലോകത്തിന് തഞ്ചാവൂരിൻ്റെ സംഭാവനകളാണ്. തഞ്ചാവൂരിലെ വസ്ത്രനിർമ്മാണം, ബൊമ്മ നിർമ്മാണം എന്നിവയും പ്രസിദ്ധമാണ്.
ലോകപ്രശസ്തമായ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം തഞ്ചാവൂർ മറാത്ത കുടുംബത്തലവനായ ബാബാജി ബോൾസ്ലെയാണ് നടത്തുന്നത്. റോഡ്, റെയിൽ, വിമാനമാർഗങ്ങളിലൂടെ തഞ്ചാവൂരിൽ എത്തിച്ചേരാൻ നിരവധി സാധ്യതകളാണുള്ളത്. അനുഭൂതിയും അത്ഭുതാതരങ്ങളും അളവറ്റ ഭക്തിയും പ്രദാനം ചെയ്യുന്ന തഞ്ചാവൂരിൽ ഒന്ന് സന്ദർശിക്കുക. തീർച്ചയായും അവിസ്മരണീയമായ ഒരു അനുഭവമായിരിക്കും അത്.